കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD3 മലയാളം ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഇന്ന് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. ഇതിൽ ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്താം? ഏതെങ്കിലും ഒരു മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? കാട്ടിലൊരു കായികമേള നടത്തുന്നു. ഇതിൽ ഏതെല്ലാം കായിക ഇനങ്ങൾ ഉൾപ്പെടുത്താം? ഏതെങ്കിലും ഒരു മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? അപ്പോൾ കാട്ടിലെ കായികമേളയ്ക്ക് ഏതൊക്കെ ഇനങ്ങൾ ഉൾപ്പെടുത്താം? മരംചാട്ടം, മരത്തിൽ നിന്ന് ചാടി 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 പോകുന്ന മരംചാട്ടം മത്സരം ഉൾപ്പെടുത്താം. വേറെ എന്ത് ഉൾപ്പെടുത്താം? തേൻ ശേഖരണം, തേൻ ശേഖരിക്കുന്ന ഒത്തിരി ജീവികളുണ്ടല്ലേ, അപ്പോൾ തേൻ ശേഖരണം നടത്താം. കൂടുണ്ടാക്കൽ മത്സരം, കൂടുണ്ടാക്കുന്ന അണ്ണാൻ അതുപോലെ പക്ഷികൾ ഇവർക്കെല്ലാം എന്ത് ചെയ്യാം? കൂടുണ്ടാക്കൽ മത്സരം നടത്താം. മാളം നിർമ്മിക്കൽ, മാളം നിർമ്മിച്ച് ജീവിക്കുന്ന ജീവികൾക്ക് മാളം നിർമ്മിക്കൽ മത്സരം നടത്താം. ഓട്ടം മത്സരം, ഓടുന്ന മൃഗങ്ങൾക്ക് ഓട്ടം മത്സരം. ചാട്ടം മത്സരം, ചാടിച്ചാടി പോകുന്ന മൃഗങ്ങൾക്ക് ചാട്ടം മത്സരം നടത്താം. ഉയരത്തിൽ പറക്കൽ, ഏറ്റവും ഉയർന്നു പറക്കുന്ന പക്ഷികൾക്ക് ഉയരത്തിൽ പറക്കൽ എന്നൊരു മത്സരം നടത്താം. വേഗത്തിൽ പറക്കൽ, താഴ്ന്നു പറക്കുന്ന പക്ഷികൾക്ക് വേഗത്തിൽ പറക്കുന്ന ഒരു വേഗത്തിൽ പറക്കൽ എന്നൊരു നമുക്ക് മത്സരം നടത്താം. തീറ്റ മത്സരം, തീറ്റ മത്സരം നടത്താം. ഫാഷൻ ഷോ, മയിലൊക്കെ നല്ലതുപോലെ നൃത്തം ചെയ്യല്ലേ, അതുപോലെ തന്നെ ഫാഷൻ ഷോയ്ക്ക് പറ്റിയ ഒരു എന്താണ് പ്രകൃതി ഒരു രീതിയാണ് നമ്മുടെ മയിലിനുള്ളത്. അപ്പോൾ ഫാഷൻ ഷോ മത്സരം നടത്താം. ഓരിയിടൽ മത്സരം, ഓരിയിടുന്ന മൃഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർത്തിട്ട് ഓരിയിടൽ മത്സരം നടത്താം. അപ്പോൾ ഒത്തിരി മത്സരങ്ങൾ ടീച്ചർ പറഞ്ഞു. ഇനിയും ഇതിൽ കൂടുതൽ മത്സരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി ചേർക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി. മരംചാട്ടം, തേൻ ശേഖരണം, കൂടുണ്ടാക്കൽ, മാളം നിർമ്മിക്കൽ, ഓട്ടം മത്സരം, ചാട്ടം മത്സരം, ഉയരത്തിൽ പറക്കൽ, വേഗത്തിൽ പറക്കൽ, തീറ്റ മത്സരം, ഫാഷൻ ഷോ, ഓരിയിടൽ മത്സരം. ഓക്കെ, അപ്പോൾ ഇത് ആരൊക്കെ പങ്കെടുക്കും എന്ന് ചോദിച്ചാലോ?
ഇതാരാണോ ഇതൊക്കെ ചെയ്യുന്നത് അവരൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് ചേർക്കാം. ചേർക്കാൻ പറ്റില്ലേ? ചേർക്കാൻ പറ്റുമല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? ഏതെങ്കിലും ഒരു മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? നമ്മൾ പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ പാട്ടുമായി ബന്ധപ്പെട്ട ഒരു മത്സരമാകട്ടെ. എന്താണെന്നറിയാവോ? മൂളിപ്പാട്ട് മത്സരം. എന്താ? മൂളിപ്പാട്ട് മത്സരം. മൂളിപ്പാട്ട് ആരൊക്കെയാണോ പാടുന്നത് അവർക്കായിട്ട് മൂളിപ്പാട്ട് മത്സരം നടത്താം. അതിന്റെ നിയമാവലി നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഒന്നാമത്തെ കാര്യം, 5 മിനിറ്റ് ആണ് മത്സര സമയം. മത്സര സമയം നമ്മൾ ആദ്യം പറയണം കേട്ടോ. 5 മിനിറ്റ്, 4 മിനിറ്റ്, 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ നിയമാവലിയിൽ ആദ്യം മത്സര സമയം പറയണം. 5 മിനിറ്റ് ആണ് മത്സര സമയം. മത്സര സമയം 5 മിനിറ്റ് ആണ്. ഇനി ഗ്രൂപ്പിൽ എത്ര പേർക്ക് പങ്കെടുക്കാം? ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണോ? ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിൽ എത്ര പേർ പങ്കെടുക്കണം? ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം. മൂളിപ്പാട്ട് മത്സരത്തിൽ ഗ്രൂപ്പാണ് കേട്ടോ. ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം. 5 മിനിറ്റ് ആണ് മത്സര സമയം. ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം. അപ്പം ആദ്യം സമയം പറഞ്ഞു. 2, എത്ര പേർക്ക് പങ്കെടുക്കാം? ഒരാളുള്ളതാണോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ളതാണോ എന്ന് പറയാം. ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് പറയാം. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുത്. ഈ മത്സരം നടത്താൻ എന്തെങ്കിലും ഉപകരണങ്ങൾ വേണമോ? ഉപകരണങ്ങൾ വേണമെങ്കിൽ ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം? വേണ്ട എങ്കിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ. 4 നമുക്ക് പറയാം, പറന്ന് നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. അത് മൂളിപ്പാട്ട് മത്സരത്തിലാണ് കേട്ടോ. മൂളിപ്പാട്ട് മത്സരത്തിൽ പറന്ന് നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. കാട്ടിൽ പറന്ന് നടക്കുന്ന ജീവികൾക്ക് പങ്കെടുക്കാനുള്ള മത്സരമാണ് എന്താ? മൂളിപ്പാട്ട് മത്സരം. നമ്മൾ എന്ത് ചെയ്യുക? ഏജ് വയ്ക്കത്തില്ലേ? വയസ്സ് ഈ പ്രായത്തിലുള്ളവർ മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാവൂ എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ LPയിൽ പഠിക്കുന്ന കുട്ടികൾ, UPയിൽ പഠിക്കുന്ന കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയില്ലേ? അതുപോലെ ഇവിടെ കാട്ടിൽ നമുക്ക് എന്ത് പറയാം? പറന്ന് നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 നിയമങ്ങൾ ടീച്ചർ പറഞ്ഞു. ഏതൊക്കെയാ? സമയം പറഞ്ഞു, എത്ര പേരാണ് പങ്കെടുക്കേണ്ടത്, ഗ്രൂപ്പാണെങ്കിൽ അതിൽ എത്ര പേരുണ്ടായിരിക്കണം, അതിന് ഉപകരണങ്ങൾ വേണമോ വേണ്ടയോ, ആർക്കാണ് അതിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിയമാവലിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്സ് മേടിക്കുമല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം.
മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.